ഹായ് എവരിവൺ. സ്കിൽ പോയിന്റിന്റെ പവർ പോയിന്റ് ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എക്സലിലെ വളരെ പ്രധാനപ്പെട്ട ടൂൾസുകളെ, ബേസിക് മുതലല്ല, എക്സലിലെ വളരെ പ്രധാനപ്പെട്ട ടൂളുകളിലൊന്നായ പിവോട്ട് ടേബിളിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് പിവോട്ട് ടേബിൾ എന്നുള്ളതാണ്. പിവോട്ട് ടേബിൾ ഒരു പവർഫുൾ ടൂളാണ് എക്സലിലെ. പ്രധാനമായിട്ടും പിവോട്ട് ടേബിൾ ഉപയോഗിക്കുന്നത് ഒരു വലിയ ഡേറ്റയിൽ നിന്നും റിപ്പോർട്ട്സ് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയാണ് പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരു ബേസിക് ഡേറ്റ അനാലിസിസ് ടൂളും കൂടെയാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ഷീറ്റ് ഞാൻ എക്സലിൽ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഷീറ്റാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. ഈ ഷീറ്റിനകത്ത് രണ്ട് വർക്ക്ഷീറ്റ് കാണാം നിങ്ങൾക്ക്. ഒന്ന് പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഷീറ്റും കാണാം, അതുപോലെ തന്നെ എൻക്വയറി കൺവേർഷൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഈ ഷീറ്റാണ്. ഇതിനകത്തുള്ളത് എന്താണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഷീറ്റിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്തൊക്കെ ഡേറ്റയാണ് ഇതിനകത്തുള്ളതെന്ന് ബേസിക്കലി നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ഇത് ഒരു സെയിൽസ് ഡേറ്റയാണ്. 2018 മുതൽ 2020 വരെ, 2018 മുതൽ 2020 വരെയുള്ള മാസങ്ങളിൽ പല പ്രോഡക്ട്സ്, മാട്രസ്, സോഫാസ്, ഫർണിച്ചേഴ്സ്, അതുപോലെ പല പ്രോഡക്ട്സ്, പല സെയിൽസ് സ്റ്റാഫ്, അതിൻ്റെ സെയിൽസ് പേഴ്സൺസ്, പല സെയിൽസ് പേഴ്സൺസ് പല ലൊക്കേഷനിലായിട്ട് യൂണിറ്റ്സ് സെല്ല് ചെയ്തു. അതിൻ്റെ സെയിൽസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോളം വൈസ് പറയുകയാണെങ്കിൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഏത് വർഷം, രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഏത് മാസം, മൂന്നാമത്തെ കോളം ഏത് പ്രോഡക്റ്റ്, നാലാമത്തെ കോളം ഏത് സെയിൽസ് പേഴ്സൺ, അഞ്ചാമത്തെ കോളം ഏത് ലൊക്കേഷനിലാണ്, ആറാമത്തെ കോളം എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്തു, ഏഴാമത്തെ കോളം എന്ന് പറയുന്നത് ടോട്ടൽ യൂണിറ്റ് സെല്ല് ചെയ്തതിൻ്റെ വാല്യൂ എത്രയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഷീറ്റിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ആ പവർഫുൾ ടൂളിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ മാനേജർ പെട്ടെന്ന് എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് എല്ലാ ലൊക്കേഷനിലും, ഓരോ ലൊക്കേഷനിലും, ട്രിവാൻഡ്രം, എറണാകുളം, അതുപോലെ തന്നെ കാലിക്കറ്റ്, അങ്ങനെ പല ലൊക്കേഷൻസിലാണ് ഷോപ്പുള്ളത്. അപ്പോൾ എല്ലാ ലൊക്കേഷനിലെയും സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2018 മുതൽ 2019 വരെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ എത്ര രൂപയുടെ സെയിൽ നടന്നു, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എത്ര രൂപയുടെ സെയിൽ നടന്നു, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ എത്ര രൂപയുടെ സെയിൽ നടന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണ്? നമുക്ക് അറിയാവുന്നുള്ള ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഓരോ ഈ പറഞ്ഞ ലൊക്കേഷൻ്റെയും ടോട്ടൽ സെയിലിൻ്റെ സമ്മ് കണ്ടെത്തി അത് മറ്റൊരു ഷീറ്റിലോട്ട് കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ മാനേജറിന് അയച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇതൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഈ പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഫീച്ചർ അറിയാമെന്നുണ്ടെങ്കിൽ, പിവോട്ട് ടേബിൾ വളരെ പവർഫുൾ ഫീച്ചറാണ്. ഈ പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ടൂള് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ്സ് ഈ പറഞ്ഞ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഡേറ്റ അനാലിസിസ് ആണല്ലോ. എത്ര സെയിൽ നടന്നു ഈ പറഞ്ഞ വർഷങ്ങളിൽ, ഓരോ ഷോറൂമിലും അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലെ ഷോറൂമിലും എത്ര സെയിൽ നടന്നു എന്നൊരു അനാലിസിസ് ആണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് ഒരു ബേസിക് ഡേറ്റ അനാലിസിസ് ടൂള് തന്നെയാണ്. ഒരു സ്റ്റാർട്ടിങ് എന്നുള്ളത് ഡേറ്റ അനാലിസിസിന് നമുക്ക് ഇനി അങ്ങോട്ട് കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ സ്റ്റുഡിയോ, അതുപോലെ തന്നെ ഡാഷ്ബോർഡുകൾ, ഈ ഡേറ്റ അനാലിസിസും ഡേറ്റ സയൻസും ഒക്കെ വളരെ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ അതിൽ വളരെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഒരു എക്സൽ ടൂളാണ് പിവോട്ട് എന്ന് പറയുന്നത് അടുത്ത ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. നമ്മൾ അതിലോട്ട് അടുത്ത വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നമ്മളത് ഡിസ്കസ് ചെയ്യും. പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ടൂളാണ് നമ്മളിപ്പോൾ ഡിസ്കസ്. അപ്പോൾ എന്താണ് പിവോട്ട് ടേബിൾ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ ഒരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, അപ്പോൾ ആ ഉദാഹരണം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലോട്ട് പോവാം. നമുക്ക് എങ്ങനെ ഈ ഷീറ്റിൽ നിന്നും ഒരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് കാണുന്നതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ
വ്യക്തമായിട്ട് കാണാം അല്ലേ? ഈ ഷീറ്റിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും 1 2 3 4 5 6 7 7 കോളത്തിലായിട്ടാണ് ഞാൻ ഡേറ്റ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇയർ, മന്ത്, പ്രോഡക്റ്റ്, സെയിൽ പേഴ്സൺ, സ്റ്റോർ ലൊക്കേഷൻ, യൂണിറ്റ്സ്, സെയിൽസ്. അതുപോലെ തന്നെ ടോട്ടൽ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 599 ഡേറ്റ. ഫസ്റ്റ് റോയിലുണ്ടായിരുന്നത് എൻ്റെ ഹെഡിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 599 ഡേറ്റ എനിക്ക് ഈ ഷീറ്റിനകത്തുണ്ട്. നമുക്ക് വീണ്ടും ഡേറ്റയിലോട്ട് പോവാം. സോ ഇതൊരു ലിസ്റ്റാണ്. ഇപ്പോൾ ഡേറ്റ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ലിസ്റ്റാണ്. എന്തുകൊണ്ടാണ് ഇതൊരു കംപ്ലീറ്റ് ലിസ്റ്റാണെന്ന് പറയാൻ കാര്യം, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരിടത്തും എനിക്കൊരു ബ്ലാങ്ക് കോളമോ ബ്ലാങ്ക് റോയോ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഒരു നല്ല ലിസ്റ്റ് ആദ്യം നമ്മൾ ഇതേപോലുള്ള പിവോട്ട് ടേബിൾ ആയിരുന്നാലും മറ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള സോർട്ട്, ഫിൽട്ടർ പോലുള്ള ഓപ്ഷൻസ് ഒക്കെ ചെയ്യുമ്പോഴായിരുന്നാലും ഒരു നല്ല ലിസ്റ്റ് ആയിരിക്കണം, ഒരു ക്ലീൻ ലിസ്റ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ ഇൻപുട്ട് ചെയ്യുമ്പോഴേ ഡേറ്റ നമ്മൾ എക്സലിനകത്ത് കൊടുക്കുന്ന സമയത്തെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു നല്ല ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു നല്ല ലിസ്റ്റ് എന്ന് പറയാൻ കാര്യം, ഇതിനകത്ത് കാണുന്ന ഒരു വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ ഏറ്റവും മുകളിൽ കാണുന്നത് ഹെഡിങ് ആണെന്ന്. കണ്ടോ, ഈ ഏറ്റവും മുകളിൽ കാണുന്നത് ഹെഡിങ് ആണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. കാര്യം എന്താണ്, ഞാൻ അതിനൊരു ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് ഗ്രേ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുമല്ലാതെ തന്നെ ഞാൻ ഒരു ബോട്ടം ബോർഡർ, ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ബോട്ടം ബോർഡർ കണ്ടോ, ഈ ബോട്ടം ബോർഡർ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന്. അപ്പോൾ എൻ്റെ ലിസ്റ്റിനൊരു പ്രോപ്പർ ഹെഡിങ് ഉണ്ട്. അതാണ് ഏറ്റവും അത്യാവശ്യം. ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡേറ്റയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു ഹെഡിങ് തന്നെയാണ്. ആ ഹെഡിങ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് താഴോട്ടുള്ള ഡേറ്റാസ് ഇങ്ങനെ കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ ഇത് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള റോസോ ബ്ലാങ്ക് ആയിട്ടുള്ള കോളംസോ ഇല്ല. ബ്ലാങ്ക് ആയിട്ടുള്ള റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള കോളം, ഇവിടെ ഒരു ഡേറ്റയില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേറെ ലിസ്റ്റും, ഈ കാണുന്ന ഇത്രയും ഭാഗം വേറൊരു ലിസ്റ്റും, ഈ കാണുന്ന രണ്ടാമത്തെ പാർട്ട് മറ്റൊരു ലിസ്റ്റുമാണ്. ഓക്കെ, രണ്ട് ഡേറ്റയാണ്. നിങ്ങൾക്ക് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് തന്നെ. കാര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ഡേറ്റ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റാസിനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങളുടെ ലിസ്റ്റിനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അല്ല, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇതേപോലുള്ള ബ്ലാങ്ക് കോളംസോ അതുപോലെ തന്നെ ബ്ലാങ്ക് റോസോ, ഈ കാണുന്ന ബ്ലാങ്ക് റോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റുക, ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലിനകത്ത് പോലും ബ്ലാങ്ക് ആയിട്ടുള്ള ഡേറ്റാസ് ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് തരത്തില്ല. അപ്പോൾ നല്ല ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലാങ്ക് സെല്ല് പോലും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ബ്ലാങ്ക് സെല്ല് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് ഒന്നുകിൽ നോ ഡേറ്റ എന്നോ അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നോ എന്നൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ നോക്കിയേ, ഈ ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൽ, ഈ പർട്ടിക്കുലർ ഡേറ്റയിൽ ഞാനൊരു ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl A പ്രസ് ചെയ്യുകയാണ്. കീബോർഡിൽ സെലക്ട് ഓൾ, Ctrl A പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇത്രയും ഭാഗം മാത്രമാണ് സെലക്ട് ആയത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന 4 കോളം ചേർന്ന് ഈ ടോട്ടൽ ഗ്രൂപ്പിനെ ഒരു ഒറ്റ ലിസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഞാൻ അത് എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു സെപ്പറേഷൻ വന്നു, ഇവിടെ ഒരു റോ സെപ്പറേഷനും വന്നു, കോളം സെപ്പറേഷനും വന്നു, റോ സെപ്പറേഷനും വന്നു. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തും. ഞാൻ ഇവിടെ വെച്ചിട്ട് Ctrl A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു സെപ്പറേറ്റ് ലിസ്റ്റായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ലിസ്റ്റിലാണോ സോർട്ട്, ഫിൽട്ടർ, അതുപോലെ തന്നെ പിവോട്ട് ടേബിൾ ഇതേപോലെയുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലിസ്റ്റ് ക്ലീൻ ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഞാനിവിടെ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള കോളം ഡിലീറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള റോയും ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ക്ലാസ്സിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പിവോട്ട് ടേബിൾ ആണ്. നമ്മൾ അതിലോട്ടാണ് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഡേറ്റ ഞാനൊന്ന് പ്രോപ്പറായിട്ടൊന്ന് നോക്കുകയാണ്. കാര്യം അതിനകത്ത് ബ്ലാങ്ക് ആയിട്ടുള്ള റോസോ ബ്ലാങ്ക് ആയിട്ടുള്ള കോളംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. സോ ഒന്നും തന്നെ ഇല്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ പിവോട്ട് ടേബിളിലാണ്. ഞാൻ എങ്ങനെ നമുക്കൊരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം ഒരു ലിസ്റ്റിൽ നിന്ന്.
സോ ഈ ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു പെർഫെക്റ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലിസ്റ്റിനകത്ത് എവിടെ വേണോ സെലക്ട് ചെയ്തിട്ട് എനിക്ക് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബ്ലാങ്ക് കോളംസോ ബ്ലാങ്ക് റോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ റേഞ്ച് എന്ത് ചെയ്യുക, ആ ടോട്ടൽ ആയിട്ടുള്ള റേഞ്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ട്. ഇവിടെ ഞാൻ എൻ്റെ ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ റിബൺ ടാബ്സിലെ ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു ഉണ്ടോ, ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിബൺ ഗ്രൂപ്പ്സിനകത്ത് ടേബിൾസ് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പ് കാണാം. ടേബിൾ ഉണ്ടോ, ഈ ടേബിളിനകത്താണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നത്, പിവോട്ട് ടേബിൾ. സോ ആ പിവോട്ട് ടേബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേണ്ട ലിസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഇൻസേർട്ടിനകത്തുള്ള ഓപ്ഷനിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യും. സോ ക്ലിക്ക് ചെയ്യുന്ന കണ്ടോ, ഓട്ടോമാറ്റിക്കലി എൻ്റെ ആ ടോട്ടൽ ഡേറ്റ അവിടെ സെലക്ട് ആയി. ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയി വന്നു. ആ പോപ്പപ്പ് വിൻഡോയോടൊപ്പം നമുക്ക് അറിയാവുന്ന കാര്യം കണ്ടോ, ഒരു റണ്ണിങ് ലൈൻസ് ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്ന കണ്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ ഡേറ്റ ഏകദേശം ഈ 600 ഡേറ്റയും ഈ ടോട്ടലി സെലക്ട് ആയിട്ടുണ്ട്. കാര്യം എന്താണ്, എൻ്റെ ഇതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എക്സൽ തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ആ ഒരു ഡേറ്റയെ ഡിറ്റക്ട് ചെയ്ത് ഏതിനകത്തോട്ട് കൊണ്ടുവന്നു, ഈ പിവോട്ട് ടേബിളിലോട്ട് കൊണ്ടുവന്നു. ഇനി ആ പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ചെയ്തതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച്. നിങ്ങൾക്ക് ഏത് ടേബിളാണ് അല്ലെങ്കിൽ ഏത് റേഞ്ചാണ് സെലക്ട് ചെയ്യേണ്ടത്, ആ റേഞ്ച് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഷീറ്റിൻ്റെ നെയിം, അതാണ് ആദ്യം കാണിച്ചിരിക്കുന്ന പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് എൻ്റെ ഷീറ്റിൻ്റെ നെയിമാണ്. ഷീറ്റ് എന്ന് പറയുന്നത് താഴെ കണ്ടോ, ഇവിടെ 2 ഷീറ്റുണ്ട്. അതിൽ പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഷീറ്റിൻ്റെ പേരാണ് ആദ്യം വന്നിരിക്കുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നത് എന്താണ്, അബ്സല്യൂട്ട് റെഫറൻസിൽ. എന്താണ് അബ്സല്യൂട്ട്, എന്താണ് റിലേറ്റീവ് റെഫറൻസ് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡോളർ സൈൻ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഡോളർ സൈനിൽ ആണ് A1 മുതൽ G600 വരെ, G600 വരെ നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. നമ്മുടെ ആ ടോട്ടൽ സെല്ല്, ടോട്ടൽ റേഞ്ച് സെലക്ട് ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ റേഞ്ച് ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് കംപ്ലീറ്റ്ലി ഇത് റിമൂവ് ചെയ്തതിന് ശേഷം, റിമൂവ് ആയപ്പോൾ കണ്ടോ എൻ്റെ സെലക്ഷനും അതിനകത്തുനിന്ന് മാറി. റിമൂവ് ആയതിനു ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാനുവലി എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ടോട്ടൽ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോഴും എനിക്ക് വന്നിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ്. പിവോട്ട് ടേബിൾ A1 മുതൽ G600 വരെ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത് അതിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് ആൻഡ് എക്സ്റ്റേണൽ ഡേറ്റ സോഴ്സ്. ഇത് നമുക്കിപ്പോൾ ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ പുറത്തുള്ളതോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഒക്കെ പിവോട്ട് ടേബിളിന് യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എക്സ്റ്റേണൽ ഡേറ്റ സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡേറ്റ ടേബിൾസ്, ഡേറ്റ സോഴ്സ് ഒക്കെ അതിലോട്ടാണ് വരുന്നത്. നമ്മളത് ഡിസ്കസ് ചെയ്യും. ഇനി മുന്നിലോട്ട് പോകുന്ന വീഡിയോസിൽ നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അതിനുശേഷം നോക്കിയേ, choose where you want the pivot table report to be placed. അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഇതാണ്, എവിടെയാണ് നിങ്ങളുടെ പിവോട്ട് ടേബിൾ റിപ്പോർട്ട് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ന്യൂ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വർക്ക്ഷീറ്റ്. ഈ കാണുന്ന ഷീറ്റ് പോലെ തന്നെ, ഇവിടെ ഇപ്പോൾ 2 ഷീറ്റാണല്ലോ ഉള്ളത്. ഈ കാണുന്ന ഷീറ്റ് പോലെ തന്നെ മറ്റൊരു വർക്ക്ഷീറ്റ് എക്സൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു വർക്ക്ഷീറ്റിലോട്ട് ആ പിവോട്ട് ടേബിൾ കൊണ്ടുതരാം. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ കാണുന്ന വർക്ക്ഷീറ്റിൽ തന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഈ കാണുന്ന എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് യൂസ് ചെയ്യാം. എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്താണ്, ആ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. കാര്യം എവിടെയാണത് വരേണ്ടത്, ഓക്കെ, ഏത് ലൊക്കേഷനിലാണ് വരേണ്ടത്. എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വരേണ്ടത് ഈ കാണുന്ന പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ആവേണ്ടത് I1 I എന്ന് പറയുന്ന കോളം നെയിമാണ്. I1 വരേണ്ടതെങ്കിൽ ഞാൻ ഈ ലൊക്കേഷനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം I1 സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ആയിരിക്കും പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, സോ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് അവിടെ കണ്ടോ ഒരു പിവോട്ട് ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത്, ഞാൻ കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്യാം കണ്ടോ, ഒരു പിവോട്ട് ടേബിൾ അവിടെ ക്രിയേറ്റ് ആയി കണ്ടോ, ഒരു പിവോട്ട് ടേബിൾ അവിടെ ക്രിയേറ്റ് ആയി.
സോ ഇതാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ നമുക്ക് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം ഒരു പുതിയ വർക്ക് ബുക്കിലോട്ട്. അപ്പോൾ അത് വർക്ക്ഷീറ്റിലോട്ട് ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് പിവോട്ട് ടേബിൾ. ഓൾറെഡി എൻ്റെ റേഞ്ചൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിലോട്ടല്ല സെലക്ട് ചെയ്യുന്നത്, ഞാൻ ഒരു പുതിയ വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുക, ന്യൂ വർക്ക്ഷീറ്റ്. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പോൾ കണ്ടോ, അതേ പിവോട്ട് ടേബിൾ എനിക്കൊരു പുതിയ വർക്ക്ഷീറ്റിലോട്ട് വന്നു. അതാ നോക്കി, ഷീറ്റ് 1 എന്ന് പറഞ്ഞ് എവിടെയാണോ നമ്മുടെ ഷീറ്റ് ഉണ്ടായിരുന്നത് അതിന് തൊട്ട് മുമ്പ് മറ്റൊരു ഷീറ്റ് ക്രിയേറ്റ് ആയതിനു ശേഷം ആ ഷീറ്റിനുള്ളിലോട്ട് നമ്മുടെ പിവോട്ട് ടേബിൾ വന്നു. സോ ഇങ്ങനെയാണ് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഡേറ്റയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ നിന്നും പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇനി എങ്ങനെയാണ് എക്സൽ പിവോട്ട് ടേബിൾസിനെ ഈ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്ന ടേബിൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, വെറും ഒരു ചെറിയൊരു ബോക്സ് അതിനകത്ത് പിവോട്ട് ടേബിൾ എന്ന് എഴുതിയിട്ടുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടേബിളിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏത് ലിസ്റ്റിൽ നിന്നാണോ ക്രിയേറ്റ് ചെയ്തത്, ഇപ്പോൾ പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഈ ലിസ്റ്റിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ ഈ പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഈ ടോട്ടൽ ലിസ്റ്റിൻ്റെ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത റേഞ്ചിനകത്തുള്ള കണ്ടൻസ് ആണ് ഈ പിവോട്ട് ടേബിളിലോട്ട്, ഈ കാണുന്ന പിവോട്ട് ടേബിളിലോട്ട് വരാനായിട്ട് പോകുന്നത്. ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്യാണ് കാണുന്നതിലേക്ക് വേണ്ടി. ഓക്കെ ഓക്കെ സോ പിവോട്ട് ടേബിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് പിവോട്ട് ടേബിൾ. ഓക്കെ, ഈ കാണുന്നതാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഈ പിവോട്ട് ടേബിളിനകത്ത് എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഇതാ കണ്ടോ, പിവോട്ട് ടേബിൾ ഫീൽഡ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. കണ്ടോ, പിവോട്ട് ടേബിൾ ഫീൽഡ്സ്, റൈറ്റ് സൈഡിൽ പിവോട്ട് ടേബിൾ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ, ഇൻ കേസ് നിങ്ങളിത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പിവോട്ട് ടേബിളിനുള്ളിൽ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കാണുന്നത്. ഞാനിത് വെളിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് കാണുന്നില്ല, ഇല്ല, കണ്ടോ. മാത്രമല്ല ഞാൻ പിവോട്ട് ടേബിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രമല്ല വരുന്നത്, മുകളിൽ പിവോട്ട് ടേബിളിൻ്റെ 2 ടൂൾസ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസൈനിൻ്റെയും 2 ടൂൾസും കൂടെ എനിക്ക് കിട്ടുന്നുണ്ട് പിവോട്ട് ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നു, ഇത് മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർസിലും ഈ പറഞ്ഞ പവർ പോയിൻ്റ് ആയിരുന്നാലും എക്സൽ ആയിരുന്നാലും വേർഡ് ആയിരുന്നാലും ഒക്കെ ഉള്ള ഒരു ഫീച്ചറാണ്. കാര്യം റിബൺസ് ആവശ്യമുള്ള മെനൂസ് ഡിസ്പ്ലേ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. ഉദാഹരണം, പിവോട്ട് ടേബിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ പിവോട്ട് ടേബിളിൻ്റെ ടൂൾസ് ആയിട്ടുള്ള ഈ 2 മെനുവിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ പുറത്തൊരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, സോ പിവോട്ട് ടേബിളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അനലൈസും ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് 2 മെനു കിട്ടും. കൂടാതെ തന്നെ അനലൈസിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ റിബൺ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫീൽഡ് ലിസ്റ്റ്, ബട്ടൺസ്, ഫീൽഡ് ഹെഡേഴ്സ്. ഇവിടെ എന്താണ് ഫീൽഡ് ലിസ്റ്റ് എന്നുള്ളതാണ്. ഇൻ കേസ് നിങ്ങളിത് കാണുന്നില്ല, ഈ പിവോട്ട് ടേബിളിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ കാണുന്ന ഫീൽഡ് നിങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിക്കുക, നിങ്ങളുടെ കയ്യിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പിവോട്ട് ടേബിളിൽ ക്ലിക്ക് ചെയ്യുക, അനലൈസ് എന്ന് പറയുന്ന ടാബിലോട്ട് പോവുക, അതിൻ്റെ റിബൺ ഗ്രൂപ്പ് ഷോ എന്ന് പറയുന്നതിൽ ഫീൽഡ് ലിസ്റ്റ് എനേബിൾ ചെയ്യുക. ഇപ്പോൾ ഫീൽഡ് ലിസ്റ്റ് ഓഫ് ആക്കി ഞാൻ, അതുകൊണ്ടാണ് കാണാത്തത്. ഫീൽഡ് ലിസ്റ്റ് ഓൺ ആക്കുക. ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീൽഡ് ലിസ്റ്റ് കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പിവോട്ട് ടേബിളിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിവോട്ട് ടേബിൾ ഫീൽഡ് ഇതിനകത്തൊരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ നമുക്ക് ആ ഫീൽഡിലോട്ടൊന്ന് പോവാം. ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് നമുക്ക് എന്താ ഫീൽഡിനകത്തുള്ളത് നോക്കാം. സോ ഫീൽഡിനകത്ത് ആദ്യത്തെ ഒരു ബോക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ അല്ലേ, നമ്മളൊരു ഡേറ്റ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റയുടെ ഹെഡിങ്സ് ആണ് ഇവിടെ 1, 2, 3 എന്നുള്ള ലേബലിൽ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇയർ, മന്ത്, പ്രോഡക്ട്സ്, സെയിൽസ് പേഴ്സൺ, സ്റ്റോർ ലൊക്കേഷൻ, യൂണിറ്റ്സ്, സെയിൽസ്. കണ്ടോ, നമുക്കൊന്നുകൂടെ ആ ഷീറ്റ് ഒന്ന് പോയി നോക്കാം. ദാ ഇയർ, മന്ത്, പ്രോഡക്ട്സ്. ഓക്കെ, ഈ കാണുന്ന അതേ ഹെഡിങ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റോ വൈസ് അത് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതാ നോക്കിയേ, പിവോട്ട്
ഫീൽഡ് ലിസ്റ്റിനകത്ത് ഈ കാണുന്ന കൃത്യമായിട്ട് അതേ ഹെഡിങ്. അപ്പോൾ ഹെഡിങ്ങിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് നോക്കണം. അതിന് ഹെഡിങ് ഉള്ളത് കൊണ്ടാണ്, അതിന് പ്രോപ്പറായിട്ടൊരു ഹെഡിങ് ഉണ്ടെന്ന് എക്സൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്താണ് ഓട്ടോമാറ്റിക്കലി ആ ഹെഡിങ്സ് അതിലോട്ട് കൊണ്ട് വന്നത്. ഓക്കെ, സോ അപ്പോൾ ആദ്യം ഉള്ളതെന്ന് പറയുന്നത് ഏതാണ് ഫീൽഡ് എന്നുള്ളത്, അതിൻ്റെ ഹെഡിങ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 4 ബോക്സസ് കാണാം. കണ്ടോ, ഇവിടെ നമുക്ക് 4 ബോക്സസ് കാണാം. ഒന്ന് ഫിൽറ്റേഴ്സ്, മറ്റൊന്ന് കോളംസ്, റോസ്, വാല്യൂസ്. വളരെ സിമ്പിളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വേയിലാണ് ഇത് പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത്. എനിക്കറിയില്ല അത് എത്രത്തോളം സിമ്പിൾ ആവും എന്നുള്ളത്. എങ്കിലും ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടേബിള് ഞാനിവിടെ ബേസിക്കലി ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഒന്ന് നമുക്ക് വേണ്ട ഡേറ്റ എന്താണ്? നമുക്ക് വേണ്ട ഡേറ്റ ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വലിയ ലിസ്റ്റിൽ നിന്ന് വേണ്ട ഡേറ്റ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ആകെപ്പാടെ 2018 മുതൽ 2020 വരെയുള്ള വർഷമാണ് ആ ടേബിളിലുള്ളത്. ഓക്കെ, ആ ടേബിളിൽ നിന്ന് കണ്ടെത്തേണ്ടത് 2018 എത്ര യൂണിറ്റ് സെയിലായി, സെയിൽ എമൗണ്ട് അല്ല, എത്ര ടോട്ടൽ യൂണിറ്റ്സ്. 2019 എത്ര യൂണിറ്റ്സ്, 2020 എത്ര യൂണിറ്റ്സ്. ഇതാണ് എനിക്ക് വേണ്ട റിപ്പോർട്ട്. അപ്പോൾ ഇതെനിക്കൊരു ടേബിൾ ഫോർമാറ്റിലാണ് എനിക്ക് റിപ്പോർട്ട് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. സോ ടേബിൾ ഫോർമാറ്റിൽ എനിക്ക് റിപ്പോർട്ട് വേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിൽ ഒരു ഐഡിയ വേണം. ഉദാഹരണം, ഇവിടെ എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇവിടെ എനിക്ക് വേണ്ടത് ഇയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018, 2019, 2020. ഓക്കെ, സോ 2018, 2019, 2020. ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇവിടെ വേണ്ടത് എനിക്ക് സമ്മാണ്. എന്തിൻ്റെ സമ്മാണ് എനിക്ക് വേണ്ടത്? ടോട്ടൽ സമ്മ്. എന്തിൻ്റെ? യൂണിറ്റ്സിൻ്റെ ആണ്, സെയിലിൻ്റെ അല്ല വേണ്ടത്. എനിക്ക് സം എന്ന് പറയുന്നത് യൂണിറ്റ്സിൻ്റെ സമ്മാണെന്ന് പറയുന്നത്. അതൊരു വാല്യൂ ആണ് അല്ലേ, കണ്ടെത്തേണ്ടതാണ് നമ്മൾ. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് ഡേറ്റ വേണ്ടത്. ഈ പിവോട്ട് ടേബിളിൽ എനിക്ക് ഡേറ്റ വേണ്ടത് ഈ രീതിയിലാണ്. സോ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു ഐഡിയ ആണ്, എങ്ങനെയാണ് എൻ്റെ ഡേറ്റ പിവോട്ട് ടേബിളിൽ വേണ്ടത്. ഇതറിയാതെ നമുക്ക് ഒരു കാരണവശാലും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിവോട്ട് ടേബിൾ എന്നല്ല, ഏതൊരു ടേബിൾ ആയിരുന്നാലും ഏത് രീതിയിൽ ലേ ഔട്ട് ചെയ്യണമെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ആണല്ലോ എനിക്ക് വേണ്ടത്. ഇയർ ആണ് എനിക്കിവിടെ വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇയർ എന്ന് പറയുന്നതിനെ കാര്യം ഇതെന്താണ്, ഒരു റോയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇയറിനെ എന്ത് ചെയ്യുകയാണ്? ഇയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? പതുക്കെ ഡ്രാഗ് ചെയ്ത് ഈ റോയിലോട്ട് കൊണ്ടുവരും. കണ്ടോ, ഈ റോ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ഞാൻ കൊണ്ടുവരും. കാര്യം എനിക്ക് ഇയർ എന്ത് വരണം? ആ ഒരു പർട്ടിക്കുലർ റോയിൽ 1, 2, 3 എന്ന് പറയുന്ന റോയിലോട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇയറിനെ ഡ്രാഗ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? റോയിലോട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. ഈ ഒരു ഇമേജ് ഞാൻ വെച്ചിരിക്കുന്നത് റെഫറൻസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇവിടെ എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അതിനുവേണ്ടി റെഫറൻസിന് വേണ്ടിയാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും പിവോട്ട് ടേബിളിലോട്ട് പോയി നമ്മൾ പറഞ്ഞതുപോലെ ഇയറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, റോസിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇയറിനെ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു. കണ്ടോ, എനിക്ക് ഇയർ എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇയറിനെ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, റോസിലോട്ട് കൊണ്ടുവരുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇതാ നോക്കി, നമ്മുടെ പിവോട്ട് ടേബിളിൽ എന്താ സംഭവിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ റോ വൈസ് 2018, 2019, 2020. കണ്ടോ, 2018, 2019, 2020. കാര്യം ഇയറിനകത്ത് ഏത് ഡേറ്റയാണോ ഉള്ളത്, ഇപ്പോൾ പിവോട്ട് ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2018, 2019, 2020 ഈ 3 ഡേറ്റേ ഉള്ളൂ. അപ്പോൾ ആ 3 കാര്യത്തിനെ സമ്മറൈസ് ചെയ്ത് ഇവിടെ 2018 ഓരോന്നായിട്ട് 2018, 2019, 2020. കണ്ടോ, ഇനി അടുത്ത് എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് യൂണിറ്റ്സ് ആണ്. എത്രയാണ് ടോട്ടൽ യൂണിറ്റ്സ് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇതേപോലെ ഡിസ്പ്ലേ ചെയ്താൽ പോരെ, എനിക്ക് അതിൻ്റെ വാല്യൂ വേണം. കാര്യം എന്താണ്? 2018 ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പിവോട്ട് ഷീറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, 2018 22 യൂണിറ്റ് സെല്ല് ചെയ്തു മാർച്ചിൽ. 2018 തന്നെ ഇവിടെ ഞാനൊന്ന് ഫിൽട്ടർ ചെയ്യുകയാണ്. So 2018 മാത്രം എടുക്കുമ്പോൾ തന്നെ ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്ര ടോട്ടൽ യൂണിറ്റ്സാണ് സെല്ല് ചെയ്തത് നോക്കി.
3860 യൂണിറ്റ് സെല്ല് ചെയ്തു. 3860 യൂണിറ്റ് ആണ് സെല്ല് ചെയ്തത്. അപ്പോൾ അതാണ് എനിക്ക് അറിയേണ്ടത്. 2018 3860. അപ്പോൾ 2019 എത്ര, 2020 എത്ര, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത് ഈ വാല്യൂസിൻ്റെയാണ് എനിക്ക് അറിയേണ്ടത്. നോക്കിയേ, യൂണിറ്റ്സ് ആണ് എനിക്ക് അറിയേണ്ടത് അല്ലേ, യൂണിറ്റ്സ് ആണ് എനിക്ക് അറിയേണ്ടത്. യൂണിറ്റ്സിനെ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ അറിയേണ്ടത്. അതിനെ വെറുതെ ഡിസ്പ്ലേ ചെയ്താൽ പോരാ, അതിൻ്റെ വാല്യൂ എത്രയാണ്, അതിൻ്റെ സം. നമുക്കൊരു കാൽക്കുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ലിസ്റ്റാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിനെ നമ്മൾ വാല്യൂസിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇവിടെ യൂണിറ്റ്സിൻ്റെ സമ്മ എനിക്ക് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, യൂണിറ്റ്സിനെ ഏതിലോട്ട് കൊണ്ടുവരും, ഈ രണ്ടാമത്തെ ബോക്സ് ആയിട്ടുള്ള വാല്യൂസിലോട്ട് കൊണ്ടുവരും. ഓക്കെ, സോ രണ്ടാമത്തെ റോയിലുള്ള വാല്യൂസിലോട്ട് ഞാനിത് യൂണിറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് വാല്യൂസിലോട്ട് കൊണ്ടുവന്നു. കണ്ടോ, നമ്മൾ എന്താണോ അവിടെ ഫിൽട്ടർ ചെയ്ത് നോക്കി അതേ ആൻസർ തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത്. കണ്ടോ, 2018 386, 2019 3941, 2020 4074. എന്ത് എളുപ്പത്തിലേ ഞാൻ ആ റിപ്പോർട്ട്, ഇതിപ്പോൾ ഞാൻ ഇത്രയും സമയം എടുത്ത് പറഞ്ഞു തന്നുകൊണ്ടാണ്. നിങ്ങൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ആ ഇയറിനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റോസിൽ നിന്ന് ഇയർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഇയറിനെ ക്ലിക്ക് ചെയ്യുക, പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഡ്രാഗ് വാല്യൂസിനെ ക്ലിക്ക് ചെയ്യുക, പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ അത് ക്ലീനായി. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ്സ് അല്ലെങ്കിൽ 4 സെക്കൻഡ്സ് മതി. കാര്യം എന്താണ്, ഇൻസേർട്ട് ചെയ്യുന്നു, പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ആവുന്നു, ജസ്റ്റ് ഇയറിനെ ഡ്രാഗ് ചെയ്ത് റോസിലോട്ടോ യൂണിറ്റ്സിനെ ഡ്രാഗ് ചെയ്ത് വാല്യൂസിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡേറ്റ റെഡിയാണ്. കണ്ടോ, ഓക്കെ. സോ ഞാൻ വീണ്ടും ഇത് റിമൂവ് ചെയ്യുകയാണ്. ഈ പിക്ചർ റിമൂവ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഇട്ടിരുന്നതാണ്. ഈ പിക്ചർ റിമൂവ് ചെയ്തു. ഇനി വീണ്ടും ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിൽസ് പേഴ്സൺസിൻ്റെ ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളുടെ അഡീഷണൽ വേണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെയിൽസ് പേഴ്സൺസും ഓരോ ഇയറിൽ എത്ര എമൗണ്ട് വെച്ച് ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം എത്ര പ്രാവശ്യം നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഡേറ്റ എടുക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഷീറ്റിലോട്ട് പോവാം. ഇവിടെ എനിക്ക് വേണ്ട ഡേറ്റ ഇതാണ്. അശോക് എന്ന് പറയുന്ന സെയിൽസ് പേഴ്സൺ. ഓക്കെ, അശോക് എന്ന് പറയുന്ന സെയിൽസ് പേഴ്സൺ ടോട്ടൽ 2018 എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്തു, 2019 എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്തു, 2020 എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്തു. ഇനി അടുത്ത് അരുൺ 2018 എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ആ ലേ ഔട്ട് നമ്മളൊന്ന് മനസ്സിൽ ചെയ്യുന്നു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രിബിൾ ചെയ്യാം. ഇതാ നോക്കിയോ, എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇവിടെ എന്താ വരേണ്ടത്, റോ വൈസ് അശോക്, അവരുടെ പേര് വരണം. അശോക്, അരുൺ, അഖിൽ, ആദർശ്. ഓക്കെ, പേര് വരണം. ഇനി അടുത്ത് ഈ കോളത്തിലാണ് അടുത്ത് വരേണ്ടത്. ഇതിപ്പോൾ റോയിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ 2018, 19, 20 വരാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്, ഇയറിനെ എടുത്ത് റോയിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതേപോലെ റോയിൽ നെയിം വരണമെന്നുണ്ടെങ്കിൽ 1, 2, 3, 4 റോയിലായിട്ട് നെയിം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സെയിൽസ് പേഴ്സൺ അതിനകത്താണല്ലോ പേര് കിടക്കുന്നത്. സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന ഹെഡിങ്ങിനെ ഡ്രാഗ് ചെയ്ത് റോസിലോട്ട് കൊണ്ടുവരിക. ഇനി എനിക്ക് വേണ്ടത് എന്താണ്, ഇയർ ആണ് എൻ്റെ കോളത്തിൽ വേണ്ടത്. ആണ് ഇയർ. ഇവിടെ ഓരോ കോളത്തിലായിട്ട് എനിക്ക് എന്ത് വേണം, 2018, 2019, 2020. ഇതെനിക്ക് വേണ്ടത് എങ്ങനെയാണ്, കോളം വൈസ് ഡേറ്റയാണ് വേണ്ടത്. കണ്ടോ, ഇങ്ങനെ കോളം വൈസ്. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത്, ഇയർ. അപ്പോൾ ഇയറിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരും, ഈ കോളത്തിലോട്ട് കൊണ്ടുവരും. അപ്പോൾ അത് കോളത്തിലോട്ട് വരും. ഇനി അടുത്തെന്താണ്, അടുത്ത് വാല്യൂസ് ആയിട്ട് എനിക്ക് വേണ്ടത് എന്താണ്, യൂണിറ്റ്സ് ആണ് അല്ലേ. ഇതിനകത്ത് വരുന്നതാണ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. വാല്യൂ, ഈ വാല്യൂ എനിക്ക് ഏതാ വേണ്ടത്, വാല്യൂ എനിക്ക് വേണ്ടത് യൂണിറ്റ്സ് ആണ് എനിക്ക് വേണ്ടത്. യൂണിറ്റ്സിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് വാല്യൂസിലോട്ട് കൊണ്ടുവരും. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഞാൻ വീണ്ടും ഇതൊന്ന് കോപ്പി ചെയ്തിടുകയാണ്. ഓക്കെ, ഇത് റെഫറൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ ഞാൻ എൻ്റെ പിവോട്ട് ടേബിളിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ആദ്യം എനിക്ക് വേണ്ടത് നെയിമാണ്, സെയിൽസ് പേഴ്സൻ്റെ പേരാണ് വരേണ്ടത്. ഞാൻ എന്ത് ചെയ്യും, ഇവിടെ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിനെ, സെയിൽസ് പേഴ്സണിനകത്താണല്ലോ ഈ പേരുകളെല്ലാം കിടക്കുന്നത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കണ്ടോ, സെയിൽസ് പേഴ്സണിനകത്താണ് ഈ പേര് കിടക്കുന്നത്. സോ എനിക്കിവിടെ വേണ്ടത് എന്താണ്, ഈ പേരാണ് റോ വൈസ് വരേണ്ടത്. സോ ഞാൻ സെയിൽസ് പേഴ്സണിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റോയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതാ കണ്ടോ,
എനിക്ക് കൃത്യമായിട്ട് ആദർശ്, അഖിൽ, അരുൺ, ഓർഡർ മാറിയിട്ടുണ്ട്, പക്ഷെ കൃത്യമായിട്ട് ആ പേരുകളെല്ലാം അവിടെ വന്നു അല്ലേ. ഇനി അടുത്തെന്താണ്, ഇയർ ആണ് എനിക്ക് കോളം വൈസ് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇയറിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഏതിലോട്ട് കൊണ്ടുവരും, കോളത്തിലോട്ട് കൊണ്ടുവരും. കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കണ്ടോ, 2018, 2019, 2020 കൂടാതെ അഡീഷണൽ ആയിട്ട് ഗ്രാൻഡ് ടോട്ടലും ഓപ്ഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും, വരുന്ന വീഡിയോസിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വാല്യൂസ് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്തോട്ട് എത്ര യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്തതെന്ന് അറിയണം. സോ എന്ത് ചെയ്താൽ മതി, ഞാൻ യൂണിറ്റ്സിനെ ഞാൻ ഡ്രാഗ് ചെയ്യുന്നു, വാല്യൂസിലോട്ട് കൊണ്ടുവരുന്നു. ഇതാ നോക്കി, സോ വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി. ഇതാ നോക്കി, ആദർശ് 2018 749, 2019 729, 2020 1039. അങ്ങനെ ടോട്ടൽ ആദർശ് സെല് ചെയ്തിരിക്കുന്നത് 2517 ആണ്. കണ്ടോ. അടുത്ത് അഖിൽ. ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും വളരെ കൃത്യമായിട്ടുള്ള ഇത്രയും റിപ്പോർട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഓരോ പ്രാവശ്യം സെലക്ട് ചെയ്ത് ഡേറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഡേറ്റ, ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റി. സോ ഇങ്ങനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ കാണുന്നതിനകത്ത് നമ്മളിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടാതെ ഈ റോസ്, കോളംസ്, വാല്യൂസിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റോസ്, മൾട്ടിപ്പിൾ കോളംസ്, മൾട്ടിപ്പിൾ വാല്യൂസ്, വാല്യൂവിനകത്തുള്ള കാൽക്കുലേഷൻ്റെ മോഡിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിവോട്ട് ടേബിൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഈ കാണുന്ന ഈ എക്സലിൻ്റെ ഫയല്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സലിൻ്റെ ഫയല് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തതല്ല, ബേസിക് ഡേറ്റ നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കുന്നതിലേക്കായിട്ട് ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് എടുത്ത് ഉപയോഗിക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.